നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനിയുടെ ജന്മദിനമായ ഇന്ന് തന്നെ. ഈ മാസം 13-ന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഏത് നിമിഷവും തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. മധ്യപൂർവ്വ ദേശത്ത് ഒരിക്കൽ കൂടി യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ തിരിച്ചടി. ഈ മാസം 1-ന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചിരുന്നു. ശനിയാഴ്ച 300ഓളം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയത് നിയന്ത്രിതമായ ആക്രമണമാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് തുനിയുമോ എന്നത് വ്യക്തമല്ല. പുലർച്ചെ നടത്തിയ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്ന് ഇസ്രായേൽ സൈന്യം വിലയിരുത്തി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണം എത്രത്തോളം നാശനഷ്ടം വിതച്ചുവെന്ന് പരിശോധിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ടെഹ്റാനിലെ ഇമാം ഖമാനിയിൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ US-ന് പങ്കാളിത്തമില്ലെന്നാണ് പ്രാഥമിക വിവരം. അതേസമയം US-നെ അറിയിച്ചതിന് ശേഷമായിരുന്നു ഇസ്രായേലിന്റെ പ്രത്യാക്രമണമെന്നാണ് സൂചന. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നടത്തിയ ഇറാനെതിരെ വീണ്ടും കനത്ത ആക്രമണം നടത്തുന്നതിനെ US-ഉം ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും വ്യക്തമല്ല. ഈ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകാൻ തുനിയുമോ എന്നും വ്യക്തമല്ല. യുദ്ധഭീതി വിതച്ച വീണ്ടും രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷ അവസ്ഥയുടെ ഭാവി ഈ 2 ഘട്ടങ്ങളെ ആശ്രയിച്ചാണ് എന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് പുറത്തു കടക്കാൻ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇതിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി തന്നെ നിരീക്ഷണം നടത്തി വരികയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിലവിൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് മിസൈൽ ആക്രമണം നടന്നിട്ടില്ല, മിസൈലിനെ പൂർണ്ണമായും ഇറാൻ നശിപ്പിക്കുകയാണ് ഉണ്ടായത്, പൂർണ്ണമായും ഈ ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈലുകൾ ഇറാന്റെ മണ്ണിൽ പതിക്കാൻ ഞങ്ങൾ അനുവദിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളുമായി ഇറാനും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഇതിനൊരു തിരിച്ചടി എങ്ങാനും ഉണ്ടാകുമോ? അയത്തുള്ള അലി ഖമേനിയുടെ ജന്മദിനത്തിൽ തന്നെ ഇത്തരം ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതിനൊരു തിരിച്ചടി ഉണ്ടാകാൻ ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളതിന് വ്യക്തത വരുന്നില്ല.